നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മാഡത്തിന് പറ്റുമോ? ഷുവർ. രാജീവേ, ഈ കുട്ടിയുടെ കംപ്ലൈന്റ് എത്രയും വേഗം പരിഹരിക്കണം. ഈ കേസ് ഇവിടെ എല്ലാ സ്റ്റാഫിനും അറിയാം മാഡം. വേണുകുട്ടൻ സാറിന്റെ ചതിയാ. എങ്കിൽ ആ മാരേജ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഓക്കെ മാഡം. മാഡം സാറും കൂടെ പത്രം സപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാനും കണ്ടിരുന്നു. അതെന്ത് സംഭവം? അത് പിന്നെ എന്റെ ആള് ഭയങ്കര റൊമാൻസിന്റെ കക്ഷിയാ, അങ്ങനെ പറ്റിപ്പോയതാ. റൊമാൻസ് എന്ന് പറഞ്ഞാൽ എജ്ജാതി റൊമാൻസാ. നമ്മുടെ സ്റ്റാഫിന്റെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട്. കുട്ടിയുടെ ഹസ്ബൻഡ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്തത് ഭാഗ്യം. ആയിരുന്നെങ്കിൽ മെമ്മോ ഉറപ്പായനെ. അല്ല, ഹസ്ബൻഡുമായിട്ട് അകന്നു കഴിയാന്ന് പറഞ്ഞിട്ട് എങ്ങനെ വീഡിയോ എടുത്തു? അകൽച്ച ശാരീരികം മാത്രമല്ലേ മാഡം, മനസ്സടുത്തിരുന്നാൽ ശരീരം എവിടെയായാലും എന്താ? ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണം. ഓക്കെ മാഡം. മാഡത്തിന് വിരോധമില്ലെങ്കിൽ വേണുകുട്ടൻ സാർ തന്ന മാരേജ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് ഒരു വീഡിയോ സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റുമോ? എനിക്കെന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ കാണിക്കാനാ. സർക്കാർ ഓഫീസേഴ്സിന്റെ പരിമിതികളെ കുറിച്ചൊക്കെ എനിക്കറിയാം. ഈ വീഡിയോ ഒരിക്കലും ലീക്കാവില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം സഹായിച്ചാൽ മതി. ഇതൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാനൊരു സ്ത്രീയല്ലേ. മനസ്സുകൊണ്ട് ഒന്നിച്ചിട്ടും പിരിഞ്ഞു ജീവിക്കേണ്ടി വരുന്നവരുടെ വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. സർട്ടിഫിക്കറ്റ് പരിശോധന കഴിയട്ടെ. അത് ഫേക്ക് ആണെന്ന് തെളിഞ്ഞിട്ട് ഞാൻ വീഡിയോ സ്റ്റേറ്റ്മെന്റ് തരാം. താങ്ക്സ് മാഡം. താങ്ക് യു. ഓക്കെ. ഞാൻ സൈലന്റ് ആയത് എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാനാണെന്നല്ലേ ഏട്ടത്തി പറഞ്ഞത്? ആ പ്രശ്നം ഉണ്ടാക്കാനാണ് നമ്മുടെ ശ്രമം. കാര്യത്തിന്റെ ഗൗരവം എനിക്കറിയാം ആന്റി. ആന്റി തുടങ്ങിക്കോ, ഞാനത് റെക്കോർഡ് ചെയ്തോളാം. അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം അമ്മ വഴി നിധിക്ക് എത്തിച്ചു കൊടുക്കാം. വയ്ക്കോ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഉണ്ട് ഗൗതം. എനിക്ക് സംസാരിക്കാനുള്ളത് നിധിയെക്കുറിച്ചാണ്. നീ എന്തായാലും അവളെ വേണ്ടാന്ന് വെച്ചു. ഞങ്ങളെല്ലാം നിന്റെ തീരുമാനത്തെ അംഗീകരിച്ചു. പക്ഷേ നിധി ഇനി എങ്ങനെ ജീവിക്കുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചില്ല. വിവാഹമോചനത്തിന് ശേഷവും അവള് പത്രവും പാലും വിതരണം ചെയ്യാൻ നടക്കുന്നത് നമുക്ക് നാണക്കേടാണ്. അയ്യോ അമ്മ, അത് അവള് വീണ്ടും പ്രൊഫഷൻ ആക്കിയതല്ല. ആ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആളുടെ വൈഫിന് സുഖമില്ലാത്തതുകൊണ്ട് ഒരു ദിവസത്തേക്ക് നിത്യ ജോലി ചെയ്തു. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, എന്തായാലും അവളെ ഉപേക്ഷിക്കാൻ നീ തീരുമാനിച്ചതാണല്ലോ അല്ലേ? എന്താടാ, എന്താ നീ ഒന്നും മിണ്ടാത്തത്? അമ്മ പറയുന്നതെല്ലാം ഓക്കെ ആണെന്ന മട്ടിൽ പ്രതികരിക്കുന്നതാ നല്ലത്. നിധിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ ഞാനും നിധി അകൽച്ചയിലാണെന്ന് അമ്മ കരുതിക്കോട്ടെ. എന്താ ഗൗതം, നിധിയെ വീണ്ടും സ്വീകരിച്ചേക്കാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഏയ്, പുകഞ്ഞ കൊള്ളി പുറത്ത്. നിധിയെ എനിക്കിനി ഭാര്യയായിട്ട് സ്നേഹിക്കാനാവില്ല. പിന്നെന്തിനാ നീ ഇന്ന് അവളുടെ കൂടെ പത്രവിതരണം നടത്താൻ പോയത്? അത് പിന്നെ നിധി നിർബന്ധിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്, അല്ലേ മോനെ? അതെ അതെ, അത് തന്നെ. ഒരു മാനുഷിക പരിഗണന വെച്ച് ഞാൻ ഒപ്പം ചെന്നതാ, അത്രേ ഉള്ളൂ. യു ആർ റൈറ്റ് ഗൗതം. മാനുഷിക പരിഗണന, അതാണ് കറക്റ്റ് വേർഡ്. എനിക്കും നിധിയോട് ആ പരിഗണന തോന്നുന്നുണ്ട്. ഒരു ചെറിയ കാലം നിധി നിന്റെ ഭാര്യയായിട്ട് ജീവിച്ചതല്ലേ? അതിന് നമ്മള് അവൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കണം. എന്താ നിന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. നിധിക്ക് നല്ലൊരു തുക കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കണം. എനിക്കുള്ളത് മുഴുവൻ കൊടുത്തേക്കാം. അവൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. അസത്ത് പെണ്ണ്, അവൾക്ക് അങ്ങനെ തന്നെ വേണം.
അങ്ങനെ മുഴുവനൊന്നും കൊടുക്കണ്ട. നമുക്കൊരു 10 കോടി കൊടുത്താലോ? ഓക്കെ, അമ്മ പറയും പോലെ. പക്ഷെ എന്റെ വകയായിട്ട് ഞാനൊരു വീടും കാറും കൊടുക്കും. ആ, അമ്മ എതിർക്കരുത്. ഓ 10 കോടി, വീട്, കാറ്. ഗൗതം ഡിവോഴ്സ് ചെയ്താലും അവൾക്ക് ലോട്ടറി ആണല്ലോ ദൈവമേ. ഓ, ഇതൊക്കെ കേട്ടിട്ട് എനിക്കും ഡിവോഴ്സ് ചെയ്യാൻ കൊതിയാവുന്നു. നീ പറയുന്നത് പോലെ ചെയ്യാം മോനെ. പക്ഷേ കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് വിവാഹമോചനം കിട്ടണ്ടേ? അതൊക്കെ ഈസി ആയിട്ട് കിട്ടും. ജോയിന്റ് പെറ്റീഷൻ ആകുമ്പോൾ 6 മാസം കൊണ്ട് കാര്യം നടക്കും. നമ്മുടെ വക്കീൽ അത് തന്നെയാ പറഞ്ഞത്. എന്തായാലും നീ ഇതിലൊന്ന് സൈൻ ചെയ്യ. എന്താ ഇത്? നിങ്ങളുടെ വിവാഹമോചനത്തിനുള്ള ജോയിന്റ് പെറ്റീഷൻ. ഞാൻ വിശദമായിട്ടെല്ലാം വായിച്ചു നോക്കിയതാണ്. ഇനി നീയും നിധിയും സൈൻ ചെയ്താൽ മാത്രം മതി. കട്ടായതാണോ അത് സാറ് കട്ടാക്കിയതാണോ? മാരേജ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്നുള്ള കാര്യം സാറിനോട് എത്രയും പെട്ടെന്ന് പറയണം. ഗൗതം, ഇതിലിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? സൈൻ ചെയ്യ്. സാർ കട്ട് ചെയ്ത് തന്നെയാണല്ലോ. എന്താ പ്രശ്നം? ഗൗതം, നിധി രക്ഷപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? എത്രയും വേഗം ഡിവോഴ്സ് കിട്ടിയാലേ നമ്മുടെ കോമ്പൻസേഷൻ അവൾക്ക് കൊടുക്കാൻ പറ്റൂ. അത് പിന്നെ ഞാൻ മാത്രം സൈൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അവളും കൂടെ സൈൻ ചെയ്യാനല്ലേ പെറ്റീഷൻ മൂവ് ചെയ്യാൻ പറ്റൂ. എടാ, അതോർത്ത് നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അവളുടെ സൈൻ ഞാൻ മേടിച്ചോളാം. വേണ്ടി വന്നാ 10 കോടിയുടെ പകുതി ഞാൻ അവൾക്ക് അഡ്വാൻസ് കൊടുക്കും. ഗൗതം സൈൻ ചെയ്താ അത് കാട്ട് നിധിയെ കൊണ്ട് സൈൻ ചെയ്യിക്കാനാ ആന്റിയുടെ പ്ലാൻ. ഗൗതമിന് അവളെ വേണ്ടെന്ന് തോന്നിയ ആ നിമിഷം അവള് ഗൗതമിനെയും വേണ്ടെന്ന് വെക്കും. സൈൻ ചെയ്യ ഗൗതം. ആരാ പിന്നെയും പിന്നെയും വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുന്നേ? ഞാനൊന്ന് മാറി നിന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്താ മതി. ഹലോ, ഞാൻ തിരക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൂ. എന്താ ശബ്ദത്തിലൊരു ഗൗരവം? ശരി, വൈകിട്ട് വിളിക്കൂ. വൈകിട്ട് വിളിക്കൂ, നോക്കിക്കും. ഇനി സാർ 10 തവണ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കൂ. എന്താ ഗൗതം, സൈൻ ചെയ്യാൻ നിനക്ക് എന്താ ഒരു ഡൗട്ട്? ആദ്യം അവൾ ആ നിധി സൈൻ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ സൈൻ ചെയ്യാം. അതാ നല്ലത്. ഓ, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ആ നശിച്ചവരുടെ വീട്ടില് നമുക്ക് ലോയറുമായിട്ട് പോവാം. ഈശ്വര, അത് കുഴപ്പമാവുമല്ലോ. നിധിയും ഞാനും തമ്മിൽ പിരിയുമെന്നൊന്നും ചന്ദ്രികാന്റെ സ്വപ്നത്തെ പോലും കണ്ടു കാണില്ല. ഓഹ്, ആ ചന്ദ്രികയുടെ സെന്റിമെന്റ്സ് കാരണം. അതേ ഉള്ളൊരു കുഴപ്പം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ നിധിയുടെ സൈൻ വാങ്ങിക്കാം. എങ്കി ആദ്യം നീ തന്നെ സൈൻ ചെയ്യ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരികെ വന്നിട്ട് സൈൻ ചെയ്യാം. തിരിച്ചു വന്നു കഴിയുമ്പോ നീ തീരുമാനം മാറ്റുമോ? ഇല്ലമ്മേ, അമ്മ പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല. ബിസിനസ് കോൺക്ലേവ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷൻ സൈൻ ചെയ്യാം. നിധിയെ കൊണ്ട് ഞാൻ സൈൻ ചെയ്യിപ്പിച്ചോളാം. മതി, ഇതാണ് ആന്റി ആഗ്രഹിച്ച പോയിന്റ്. ഇത് കേട്ടാ നിധി ഗൗതമിനെ തെറ്റിദ്ധരിച്ച് ഇരുവരും തമ്മിലാകുന്നുള്ളൂ. എത്രയും വേഗം നിധിയുടെ നിരപരാധിത്വം തെളിയിക്കണം. എങ്കിലേ ഡിവോഴ്സ് ഭീഷണിയിൽ നിന്നും എനിക്കും നിധിക്കും രക്ഷപ്പെടാൻ പറ്റൂ. ഗൗതം, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ബാംഗ്ലൂരിൽ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കായിരുന്നു. ബിസിനസ് കോൺക്ലേവില് സബ്മിറ്റ് ചെയ്യാൻ ഞാനൊരു പ്രപ്പോസൽ ചെയ്തിട്ടുണ്ട്. നിന്റെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി. ശരി, ബൈ.